അല്ലു അർജുൻ്റെ ആക്ടിങ് പക്ക സ്റ്റേറ്റ് അവാർഡ് ലെവലെങ്കിലും ആക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ കാന്താര ക്ലൈമാക്സിൽ കണ്ട ആ ഒരു ഫീലെങ്കിലും ഉണ്ട് ഈ സിനിമയിൽ. എടാ എന്നെയൊക്കെ നീ ആണി അടിച്ച് ചുമരി കേട്ടല്ലേ? ലാഗാ 3 മണിക്കൂർ കഴിഞ്ഞ് ഒരുപാട് പൈസ ചെലവഴിച്ച് പൈസകൾ കൂടുതൽ ചെലവാക്കിയത്. പുഷ്പരാജ് എന്ന കാമരാജ് കൊള്ളാം പടം കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞ കാട്ടിലും കൊള്ളാം, 5-ൽ 3 കൊടുക്കുക, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലു അർജുൻ്റെ ആക്ടിങ് പക്ക സ്റ്റേറ്റ് അവാർഡ് ലെവലെങ്കിലും ആക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ കാന്താര ക്ലൈമാക്സിൽ കണ്ട ആ ഒരു ഫീലെങ്കിലും ഉണ്ട് ഈ സിനിമയിൽ. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ പെട്ടെന്ന് സിനിമ കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യും. 3 മണിക്കൂർ പടമായിട്ട് തോന്നിയിട്ടേ ഇല്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കപ്പിൾസ് ഇരുന്ന് കാണാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ക്രിഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഫൈറ്റ് സീന് എല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. കൊള്ളാം. തിയേറ്ററിൽ തന്നെ കാണാം. ഈ OTT നിന്ന് കണ്ട ഫീൽ കിട്ടില്ല, തിയേറ്ററിൽ തന്നെ കാണാം. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ശരിക്കും അല്ലു അർജുൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു അത്. അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിച്ച് വല്ല ട്രോൾ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. നമ്മളെ ഞെട്ടിപ്പിച്ച് അല്ലു അർജുൻ നല്ല വൃത്തിക്ക് തന്നെ അഭിനയിച്ച് അതിൻ്റെ ഇടയിലുള്ള ഫൈറ്റ് സീനൊക്കെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവല്. ആ കാന്താര സിനിമ ക്ലൈമാക്സ് കണ്ട ആ ഒരു ഫീലൊക്കെ കിട്ടും, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ആസമൊക്കെ ഉണ്ട്, പക്ഷെ അത് അത്ര വലിയ ക്രിഞ്ചായിട്ട് തോന്നിയിട്ടില്ല. ചില സിനിമകളൊക്കെ ക്രിഞ്ചായിട്ട് തോന്നും, പക്ഷെ ഇതിൽ വലിയ ശല്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആ ഒരു സിനിമയായിട്ട് നല്ല കണക്ട് ചെയ്തിട്ട് തന്നെ പോയിട്ടുള്ളത്, നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്നും ചോദിക്കരുത്, വായിന് വാക്കുകളില്ല. ഇതിപ്പോ വെറും വൈൽഡ് ഫയർ ആണോ വൈൽഡ് ഫ്ലവർ ആണോ എന്ന് പറയാൻ പറ്റുന്ന കുറണ്ട് കുളമാക്കി കളഞ്ഞിട്ട് പ്രതീക്ഷ മൊത്തം പോയി. ചെറിയ പ്രതീക്ഷ ഉണ്ടല്ലോ, പിന്നെ ഒരു ആവറേജ് എന്ന് പറയണോ ബിലോ ആവറേജ് എന്ന് പറയണോ എന്ന് അറിഞ്ഞൂടെ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണാം. ഇത്രയും ഡ്യൂറേഷനാണ് ഒന്നാമത് ആളുകൾക്ക് ബോർ അടിക്കുന്നത്. 3.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ നേരം 2 സിനിമ തിയേറ്ററിൽ കണ്ടുവിടെ. പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനിയും പലതും വരാൻ കിടക്കുന്നേ ഉള്ളൂ. കണ്ടു തന്നെ അറിയാം എന്താണെന്നുള്ളത്. എടാ എന്നെയൊക്കെ നീ ആണി അടിച്ച് ചുമരി കേട്ടല്ലേ? പടം പ്രതീക്ഷ വന്നു, പക്ഷെ ഞാൻ പറഞ്ഞു ഒരു വെറും ആവറേജ് പടം. OTT കണ്ടാൽ മതി, കൂടുതലൊന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ടില്ല ബ്രോ. നെഗറ്റീവ് എന്ന് പറയാനെന്ന് പറഞ്ഞാൽ പുഷ്പ ഫസ്റ്റിന്റെ ആ ഒരു ഹൈപ്പൊക്കെ പ്രതീക്ഷയാണ് വന്നത്, പക്ഷെ ഹൈപ്പ് മാത്രമേ ഉള്ളൂ, പടം കൊള്ളൂല. ലാഗാ 3 മണിക്കൂർ കഴിഞ്ഞ്. സൂപ്പർ കേട്ടാ, കാണാൻ വേണ്ടി ഫാമിലിയോട് വന്ന് കാണാൻ പറ്റും. നല്ല സിനിമയാണ്. പുഷ്പ 1 കൊള്ളാം, ആക്ഷനൊക്കെ സൂപ്പറാണ്, ഫൈറ്റിംഗ് ഒക്കെ പൊളിയാണത്. നല്ല സിനിമ, ഒരുപാട് പൈസ ചെലവഴിച്ച് പൈസകൾ കൂടുതൽ ചെലവാക്കിയത്. ആക്ടേഴ്സ് 2 കൊള്ളാം. എന്തായാലും ഫിലിം കണ്ടുകൊണ്ടിരിക്കാനും കുഴിക്കൂലല്ലോ ഒന്നുമില്ല. അത് ഞാൻ സംഭവിച്ചു, അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. കണ്ടോണ്ടിരിക്കാൻ പിന്നെ ക്ലൈമാക്സ് കുറച്ച് ബോറായിരുന്നു, പിന്നെ കുറച്ച് ക്രിഞ്ചൊക്കെ ഉണ്ട്. സ്റ്റോറി വൈസ് കുറച്ച് മോശമായി പോയി, പിന്നെ ക്ലൈമാക്സും കുറച്ച് മോശമായി. പിന്നെ തിയേറ്ററിൽ നിന്ന് കണ്ടോണ്ടെങ്കിൽ ഫൈറ്റ്സ് ഒക്കെ ഓക്കെയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. ഓരോ കണ്ടോണ്ടിരിക്കാൻ ജന്തു കുറച്ചുകൂടി അതാണ്. പിന്നെ വലിയ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ഒന്ന് എൻഡിൽ ഒരു ഇതായിപ്പോയി. കുഴപ്പമില്ല ബ്രോ, ക്ലൈമാക്സ് കുറച്ച് ഇതാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കുഴപ്പമില്ല ബ്രോ, ആവറേജ് പടം. അല്ലു അർജുൻ ക്യാരക്ടർ ശരി ഒരു ഓവർ ആയി പോയി. പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റിൽ കിട്ടില്ല.